പ്രിയപ്പെട്ടവരെ, മാർച്ച് 24 തിങ്കൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവായ ഈശോ യഹൂദരുടെ ഒരു തിരുനാളിൽ ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിൽ ചെല്ലുന്നു. ബെത്സൈദ എന്ന് പറയുന്ന ഒരു കുളത്തിൻ്റെ കരയിലെത്തുകയാണ്. അതിന് 5 മണ്ഡപങ്ങളാണുള്ളത്. ഈ 5 മണ്ഡപങ്ങളും നിറയെ രോഗികൾ കിടക്കുകയാണ്. അത് രോഗശാന്തി കിട്ടുന്ന ഒരു കുളമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മുടന്തരുണ്ട്, കുരുടരുണ്ട്, തളർവാദക്കാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മാറാരോഗങ്ങൾ, തീരാരോഗങ്ങൾ ബാധിച്ചിട്ടുള്ള നിരവധി ആളുകളാണ് അവിടെ കിടക്കുന്നത്. 38 വർഷമായി ആ കുളക്കരയിൽ കിടന്നിരുന്ന ഒരു തളർവാദ രോഗിയെ ഈശോ കാണുകയാണ്. അവൻ രോഗിയാണെന്ന് യേശു മനസ്സിലാക്കുന്നു. അവൻ്റെ രോഗാവസ്ഥയിലെ അവിടുത്തെ കിടപ്പ് ദൈർഘ്യമുള്ളതാണെന്നും ഈശോ അറിയുകയാണ്. ഈശോ അതുകൊണ്ട് തന്നെ ചോദിച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ഭയങ്കര വിസ്മയമാണത്. ഏത് രോഗിക്കാണ് സുഖം പ്രാപിക്കാൻ ഇഷ്ടമില്ലാത്തത്? ആർക്കാണ് രോഗത്തെ നീക്കി ആരോഗ്യം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തത്? പക്ഷേ യേശു ചോദിച്ചൊരു കാര്യമുണ്ട്. ഈ ആഗ്രഹം ആത്മീയ തലത്തിലും എല്ലാ തലങ്ങളിലും മനുഷ്യന് ആവശ്യമുള്ള ഒന്നാണ്. അവൻ പറഞ്ഞതെങ്ങനെയാണ്? വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരാൾ കുളത്തിലിറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ 38 വർഷമായി ഞാനിവിടെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഈശോ പറയാണ്, നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് നീ പോവുക. നിൻ്റെ കിടക്ക എടുത്തുകൊണ്ട് പോവുക. ഈ കിടക്കയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. അവൻ എഴുന്നേക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റാതിരിക്കുക, പരസഹായം കൂടാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇടയിലില്ലേ ധാരാളം രോഗികൾ, മാതാപിതാക്കൾ, വികലാംഗർ അല്ലെങ്കിൽ വൈകല്യങ്ങളുള്ള കുട്ടികൾ, ആർക്കും വേണ്ടാത്തവർ, പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവർ, ഒരാൾ പോലും നോക്കാനോ പരിചരിക്കാനോ ഇല്ലാതെ കുടുംബങ്ങളിൽ കഴിയുന്നവരുമുണ്ട്. ആശുപത്രിയിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പൊതു സ്ഥലങ്ങളിലും കൂടെയും കഴിയുന്നവർ ധാരാളമുണ്ട്. ഇങ്ങനെ പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ. ഇത് കിടക്കയെടുത്തുണ്ടാവാൻ പോവുകയാണ്. അവിടെ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് യഹൂദർ കണ്ടത്, ഇന്ന് സാബത്താണ്, കിടക്കെടുക്കാൻ പറ്റില്ല. എവിടെയാണ് നിയമങ്ങളുടെ നീതിബോധം? ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. കിടക്ക എടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ കിടപ്പിൽ അനങ്ങാതെ കിടന്ന 38 വർഷത്തിൽ നിന്ന് വിമോചനം കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്. നല്ല ബോധ്യമുള്ളവനോടാണ് പറയുന്നത് കിടക്ക എടുക്കരുത്. അതായത് ആ രോഗത്തിലേക്ക് അവൻ വീണ്ടും തിരിച്ചു പോകണോ? സാബത്താണ്, എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൻ്റെ വാക്കുകളിലേക്കാണ് അവിടെ തിരിഞ്ഞു പോകുന്നത്. സാബത്തിൽ കിടക്ക ചുമക്കുന്ന നിഷിദ്ധമാണെന്ന് പറഞ്ഞപ്പോഴും അവനൊരു വാക്കുണ്ട്, സുഖപ്പെടുത്തിയവൻ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അതിനാൽ അപ്പുറത്തേക്ക് അവന് വേറൊരു മറുപടിയില്ല. ദൈവവചനത്തിലുള്ള ഉറച്ച വിശ്വാസം. എന്നോട് പറഞ്ഞ ആ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ ഉറപ്പുള്ള ബോധ്യത്തിൽ നിൽക്കുന്നു. ഞാൻ ഈ കിടക്കയും കൊണ്ടുപോകുന്നു. കർത്താവിനോട് ശത്രുതയുള്ളവരായി അവർ, ഇവനോടും ശത്രുതയുള്ളവരായി. എങ്കിൽ പോലും അവൻ ചെയ്തത് നമുക്കും പാഠമാണ്. കിടക്ക എടുത്തുകൊണ്ട് പോകണം. ഈ രോഗാവസ്ഥകൾ പലതുണ്ട്, പാപാവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം പിൻവാങ്ങാനായിട്ട്, മാറാനായിട്ട് നമ്മുടെ കിടക്ക എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പോകണം. ദൈവത്തിൻ്റെ വചനമാണ് അതിന് ബലം തരുന്നത്. നമുക്ക് വചനത്തിലേക്ക് കിടക്കാം. ഉറപ്പുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ജാവർ പിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.